പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നവ്യയാണെങ്കിൽ അബിയെ ഏഞ്ചലിലൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിനുശേഷമാണെങ്കിൽ നമ്മളെ നവ്യ അബിക്കിട്ടുള്ള നല്ല എട്ടിന് പണികൾ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരുങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അബിയെടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീ ആണെങ്കിൽ നിനക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നീ എന്തായാലും നല്ലതുപോലെ ശ്രദ്ധിക്കണം. കാര്യം നിൻ്റെ പതനമാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മളെ നവ്യയാണെങ്കിൽ അബിയെടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അബി പറയുന്നുണ്ട്, അതെന്തായാലും എനിക്ക് അറിയാൻ നവ്യ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അബി പറയുന്നുണ്ട്, എന്തായാലും എന്നെ ഈ ഒരു സ്ഥാനത്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചത് നീയാണ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇവിടെ ഒരു കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്യില്ല, ഞാൻ നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ പിടിച്ച് നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്കുള്ളൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അനന്തപുരിക്കാരെയാണെങ്കിൽ എങ്ങനെയെങ്കിലും തകർക്കണം, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിപ്പം ഇവരെ കൂടെ ചേർന്ന് നിന്നാലേ അത് നമുക്ക് സാധിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ നമ്മൾ അബിയാണെങ്കിലും നവ്യയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ വെച്ചിട്ടാണെങ്കിലും. ആ സമയത്ത് നമ്മൾ അബിയാണെങ്കിൽ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ മാളവികയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അബിയുടെ സ്വഭാവം എന്തായാലും എവിടെ ചെന്നാലും അബി കാണിക്കുമല്ലോ. അപ്പം അബിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും മാളവിക കൊള്ളാലോ, ഇത് കണക്കൊരു പെണ്ണിനെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ നമ്മൾ അബിക്ക് വരുന്നുണ്ട്. അങ്ങനെ അബിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും മാളവികയ്ക്കാണെങ്കിൽ നല്ലൊരു സമ്മാനമൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും വശത്താക്കണമെന്നൊക്കെ ഒരു ചിന്തയൊക്കെ നമ്മൾ അബി ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അബി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ഭാര്യയെ ഒഴിവാക്കേണ്ട സമയമൊക്കെ ആയി വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അബി കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അബി ഇങ്ങനെ നവ്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ ആ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അബിയാണെങ്കിൽ തള്ളി മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അബി ഇത് ഇങ്ങനെ ഇവിടെ ഇതൊരു ഓഫീസാണ്, ഇവിടെ ചുറ്റും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഇവിടെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നവ്യയാണെങ്കിൽ അബിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടുന്ന് യാത്ര പറഞ്ഞ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അബി ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും മാളവികയെ വളച്ചെടുത്തേ പറ്റത്തുള്ളൂ, എന്തായാലും ഇതിനൊക്കെ സൗന്ദര്യമുള്ളൊരു ആ പെൺകുട്ടിയെ ഞാൻ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നവ്യയെ ഒഴിവാക്കുകയും ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഒക്കെ നമ്മൾ അബി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളൊരു പെൺകുട്ടിയും അത് ഇത്രയും നല്ലൊരു സമ്പന്നയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ വളച്ചെടുത്ത് കഴിഞ്ഞാൽ എനിക്കും ഉപകാരമാണെന്നൊക്കെ നമ്മൾ അബി ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ അവിടുന്ന് പോകുന്നൊക്കെ നമ്മൾ അബി വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ നവ്യയാണെങ്കിൽ അവിടുന്ന് പോയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അബിയാണെങ്കിൽ നേരെയാണെങ്കിൽ മാളവികയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മാളവികയാണെങ്കിൽ അവിടെ വരച്ചുകൊണ്ടിരുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ മാളവിക നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അബി ചോദിക്കുന്നുണ്ട്, ഇതെന്താ വരച്ച ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണോ എന്നൊക്കെ മാളവിക എടുത്ത് ചോദിക്കുന്നുണ്ട്. അബി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ ആളെ വേണമെന്ന് ചോദിക്കുന്ന സമയത്ത് മാളവിക പറയുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും ഞാൻ വരച്ച ഡിസൈനും കാര്യങ്ങളല്ലേ, അപ്പോൾ അതെനിക്ക് നല്ല കോൺഫിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ മാളവിക പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മൾ മാളവികയ്ക്ക് നേരെ 2 ചോക്ലേറ്റ് ഒക്കെ നീട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മാളവിക ചോദിക്കുന്നുണ്ട്, ഇതെന്താന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല, ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്, കാര്യം വെച്ചാൽ മറ്റുള്ളൊരാളെ തകർച്ച കണ്ടിട്ടാണല്ലോ എനിക്കിപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നത്, അപ്പോൾ അതിന് കാരണം നീയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മാളവിക ചോദിക്കുന്നുണ്ട്, അതെന്താ ഞാൻ കാരണം ആർക്കാ തകർച്ച എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അബി പറയുന്നുണ്ട്, അത് വേറെ ആരുമല്ല, എൻ്റെ ഏട്ടത്തി എന്നുള്ള ഒരുത്തി ഉണ്ടല്ലോ, അവൾ ഭയങ്കര ഡിസൈനറാണ് അങ്ങനെയൊക്കെ പറഞ്ഞാണല്ലോ ഇപ്പം അനന്തപുരിയിൽ മൊത്തം അവൾ നടക്കുകയൊക്കെ ചെയ്യുന്നത്, പക്ഷേ ഇപ്പം അവൾക്ക് മേലെ നീയാണെങ്കിൽ നല്ല ഡിസൈനൊക്കെ ചെയ്യുന്ന കണ്ടല്ലോ, അപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഞാനിപ്പം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ ചോക്ലേറ്റ് നിനക്ക് തന്നേന്നൊക്കെ പറയുന്നുണ്ട്. അബിയാണെങ്കിൽ മാളവികയ്ക്ക് കൊടുക്കുന്ന ഈ ചോക്ലേറ്റ് നീട്ടുന്നതൊക്കെ നമ്മൾ നവ്യ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നവ്യാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, ഓഹോ ഇവനപ്പം ഇനി ഇവൻ നന്നായിട്ടില്ല, ഇവനാണെങ്കിൽ ഇവൻ്റെ സ്വഭാവം നന്നാക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇവൻ്റെ ആ തനി സ്വഭാവം എന്തായാലും ഇവിടെ ഇനി കാണിച്ച് തുടങ്ങും, അത് ചിലപ്പോൾ മാളവികയ്ക്ക് നേരെ ആയിരിക്കും, അതിനൊരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല, കാര്യം എന്നെ അതിൻ്റെ ഒരു ഇവൻ്റെ ഒരു ഇനി മാളവികയായി തീരും, എന്തായാലും അനഘയ്ക്ക് സംഭവിച്ച ഒരു സംഭവം ഇനി മറ്റൊരു പെണ്ണിന് സംഭവിക്കാൻ വേണ്ടി ഞാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ നമ്മൾ നവ്യ പറയുന്നുണ്ട്. നവ്യാണെങ്കിൽ അവിടെ നിന്ന് എന്തായാലും ഇത് ഞാൻ ഇനി സമ്മതിച്ച് കൊടുക്കത്തില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോടെ നമ്മൾ നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അബിയാണെങ്കിൽ നമ്മൾ ആ മാളവിക അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇത് കണക്കൊരു ടാലൻ്റുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, ഇത്രയ്ക്കും ടാലൻ്റ് ഒരു പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ മാളവികയാണെങ്കിൽ അബിയെ ഒന്ന് ആക്കിക്കൊണ്ടാണെങ്കിൽ പറയുന്നുണ്ടോ, അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും ടാലൻ്റുള്ള നവ്യ മാഡത്തിനെ കല്യാണം കഴിച്ചതെന്നൊക്കെ നമ്മൾ മാളവിക പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അബിയാണെങ്കിൽ ഒരുമാതിരി ചമ്മി കണക്കൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അബി ചോദിക്കുന്നുണ്ട്, ആ ശരി നിനക്ക് എത്ര വയസ്സുണ്ട്, നിനക്ക് കണ്ട പ്രായം തോന്നിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അബിയാണെങ്കിൽ നമ്മൾ മാളവികയെ വീഴ്ത്താൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ മാളവിക മനസ്സിൽ പറയുന്നുണ്ട്, 30 ആയടാ വൃത്തികെട്ടവനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ അബി ചോദിക്കുന്നുണ്ട്, എന്തായി നിനക്ക് പിന്നെ കല്യാണവും കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ലേ എന്നൊക്കെയുള്ള കാര്യമൊക്കെ ഇങ്ങനെ
നമ്മൾ അഭി ചോദിക്കുന്നുണ്ട് മാളവിക. സമയത്ത് മാളവിക പറയുന്നുണ്ട് ഞാനിപ്പം വേറൊന്നും ചിന്തിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഉള്ള പെൺകുട്ടികളാണെങ്കിൽ 30 കഴിഞ്ഞിട്ടൊക്കെ അല്ലേ ഇപ്പോൾ വിവാഹമൊക്കെ കഴിക്കുന്നത്. അപ്പം ഞാനും പിന്നെ അത് കണക്ക് കഴിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അഭി പറയുന്നുണ്ട് അത് ശരിയാണ്, ഇപ്പോൾ ഉള്ള പെൺകുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. അവർക്ക് പിന്നെ അങ്ങനെ ഇപ്പം കൂടെ ഒരു ആൺ സുഹൃത്ത് അവർ കൂടെ ഉണ്ടായാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലാതെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിന്ദൂരം ചാർത്തി താലിയും കഴുത്തിയിട്ട് മക്കളെയും പ്രസവിച്ചുകൊണ്ട് നടക്കാനെന്നുള്ള ഒരു താല്പര്യമൊന്നും ഇപ്പോഴുള്ള പെൺപിള്ളേർക്കില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും മാളവികയുടെ ഇഷ്ടം പോലെ മാളവിക ചെയ്യുന്നൊക്കെ ഇങ്ങനെ നമ്മൾ അഭി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് മാളവികയും പറയുന്നുണ്ട് അതൊക്കെ തന്നെയാണ് എൻ്റെയും തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെയും തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ബോയ് ഫ്രണ്ട് ഇപ്പം കൂടെ നല്ലൊരു ബോയ് ഫ്രണ്ടിനെ വേണമെന്നൊക്കെയാണ് എൻ്റെയും തീരുമാനം. അല്ലാതെ ഇപ്പോൾ കല്യാണമൊന്നും കഴിക്കണമെന്നുള്ള ഒരു തീരുമാനമൊന്നും എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മാളവികയുടെ മനസ്സിലിരിപ്പെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അഭിയെ ഒന്ന് കൂടെ നിർത്തിയിട്ട് അഭിയുടെ ഉള്ളിലുള്ള എല്ലാ സത്യങ്ങളും പുറത്തെടുക്കണം എന്നൊക്കെ നമ്മൾ ആദർശാണെങ്കിൽ നമ്മൾ മാളവിക അടുത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ, എങ്ങനെയെങ്കിലും നീ അവനെ പിന്നെ സ്നേഹിക്കുന്ന കണക്ക് നടിച്ചിട്ട് അവൻ്റെ ഉള്ളിൽ നിന്നുള്ള എല്ലാ സത്യങ്ങളും കാര്യങ്ങളൊക്കെ അവന് നിൻ്റെ അടുത്ത് തുറന്ന് പറയൂ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദർശം പറയുന്നുണ്ടായിരുന്നു മാളവിക അടുത്ത്. അപ്പം അതനുസരിച്ച് നമ്മളെ മാളവികയാണെങ്കിലും അഭിയെ എങ്ങനെയെങ്കിലും ഒന്ന് സ്നേഹിക്കുന്ന കണക്ക് നടിച്ചിട്ടാണെങ്കിൽ അഭിയിൽ നിന്ന് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ മാളവിക ഇങ്ങനെ ചിന്തിച്ചൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മളെ നവ്യാണെങ്കിൽ കൂട്ടുകാരി അടുത്താണെങ്കിൽ നമ്മളെ ചന്തുമോളുടെ അച്ഛൻ ആരാന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ വരണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ നവ്യയുടെ കൂട്ടുകാരിയാണെങ്കിൽ വന്നിട്ടാണെങ്കിൽ നവ്യയുടെ അടുത്ത് പറയുന്നുണ്ട് ഇതണക്ക് നിൻ്റെ അമ്മ പറഞ്ഞത് സത്യമാണ് നവ്യ, പിന്നെ ആദർശേട്ടനല്ല അഭിയുടെ അച്ഛന് നിൻ്റെ ഭർത്താവ് അഭിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നവ്യാണെങ്കിൽ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ നവ്യ അപ്പോഴും ചിന്തിക്കുന്നതാണെങ്കിൽ നമ്മളെ കൂട്ടുകാരുടെ അടുത്ത് നവ്യ പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളാണ്, പക്ഷേ അതുകൊണ്ട് എനിക്ക് വലിയ ഷോക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുന്ന പറഞ്ഞാൽ ഈ ഡേവിഡ് സാർ എന്തിനാണ് എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞതെന്നൊക്കെ കേട്ടോ. അതൊക്കെ ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു വലിയ ദുരൂഹതകളും കാര്യങ്ങളും ഇതിനകത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതെന്തായാലും കണ്ടുപിടിക്കണമെന്നൊക്കെ നമ്മൾ നവ്യാണെങ്കിൽ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.